ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 കനിവും കരുതലും. ഈ യൂണിറ്റിൽ 3 അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു എന്ന കഥ. ഇങ്ങനെ 3 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 1ാമത്തെ യൂണിറ്റ്. അധ്യായത്തിന്റെ തുടക്കത്തിലായി 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 1ാമത്തെ ചിത്രത്തിൽ സ്വർഗതുല്യമായ ഒരു ഉദ്യാനമാണ് കാണാൻ സാധിക്കുക. നിറയെ മരങ്ങളും ചെടികളും ഒക്കെയുള്ള ഒരു പ്രദേശം. ചിത്രത്തിൽ തന്നെ പറന്നു നടക്കുന്ന മാലാഖമാരെയും ഗഗനചാരികളെയും നമുക്ക് കാണാൻ സാധിക്കും. ആ ഉദ്യാനത്തിൽ ഫലമൂലാദികൾ നിറഞ്ഞ വൃക്ഷങ്ങളും പുൽത്തകിടികളും പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ ഉള്ളതായി കാണാം. കുട്ടികൾ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് കളിക്കുന്നുമുണ്ട്. എന്നാൽ 2ാമത്തെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തികച്ചും വരണ്ടുണങ്ങിയ ഒരു ഭൂമിയാണ് കാണുക. 2 മനുഷ്യർ ഒരു തുള്ളി വെള്ളത്തെ സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു കാഴ്ചയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ സ്വർഗതുല്യമായ ഒരിടം, പ്രകൃതി രമണീയമായ ഒരു ഭൂമി കാണാൻ സാധിക്കുന്നു. 2ാമത്തേതിൽ വരൾച്ച കൊണ്ട് നശിച്ചുപോയ ഭൂമിയുടെ പ്രതലമാണ് കാണാൻ സാധിക്കുക. ഇതിന് താഴെയായി ഒരു പാഠഭാഗ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ്? ചർച്ച ചെയ്യൂ. എന്താണ് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത്? പ്രകൃതിയെ നാം സംരക്ഷിക്കുകയാണെങ്കിൽ നാം ജീവിക്കുന്ന അന്തരീക്ഷവും പരിസ്ഥിതിയും നമ്മുടെ ജീവിതം തന്നെയും സ്വർഗതുല്യമായി തീരും എന്നാണ് ആദ്യ ചിത്രം നൽകുന്ന സൂചന. നാം കേരളത്തെക്കുറിച്ച് പറയാറുള്ളത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. എന്താണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നത്? ഇവിടുത്തെ മനോഹരമായ ഭൂപ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയും മറ്റുമാണ്. അപ്പോൾ അത്തരത്തിൽ ദൈവത്തിന്റെ നാട് എന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്തെയാണ് നാം ആദ്യ ചിത്രത്തിൽ കാണുന്നത്. അതിനു കാരണം അവിടുത്തെ പ്രകൃതി വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ആവാസ വ്യവസ്ഥ വളരെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. അതിന് തെളിവാണ് മനുഷ്യരോടൊത്ത് അവിടെ കാണുന്ന പക്ഷികളും മറ്റ് ജീവജാലങ്ങളും. അവിടെ പൂക്കളെ കൊണ്ടും പുല്ലുകളെ കൊണ്ടും പുൽത്തകിടികൾ കൊണ്ടും ചെറു ചെറു വൃക്ഷങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതായ ഒരു പ്രദേശം. പക്ഷികളും പൂമ്പാറ്റകളും മറ്റു ചെറു പ്രാണികളും ഒരു ഭയവും കൂടാതെ അവിടെ എങ്ങും വിലസി നടക്കുന്നു. അത്തരം മനോഹരമായ ഒരു പ്രദേശത്തിൽ കുട്ടികൾ സന്തോഷത്തോടുകൂടി ഉല്ലസിച്ച് കളിക്കുന്നുമുണ്ട്. അങ്ങനെയൊരു പ്രദേശത്താണ് ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാകുന്നത്. എന്നാൽ 2ാമത്തെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പുൽനാമ്പ് പോലും മുളച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എങ്ങും ജീവന്റേതായ ഒരംശവും കാണുന്നില്ല. മൃതപ്രായരായ 2 മനുഷ്യർ ഒരു തുള്ളി വെള്ളത്തെ ചുമന്നുകൊണ്ടു പോവുകയാണ്. കാരണം അവർക്ക് ജീവൻ നിലനിർത്താൻ വെള്ളം കൂടിയേ തീരൂ. എന്നാൽ വെള്ളം അമൂല്യമായ ഒരു നിധിയായി മാറിയിരിക്കുന്നു. അതാണ് നാം 2ാമത്തെ ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രം നമുക്ക് തരുന്ന സന്ദേശം, നാം പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ നാം ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ്. സ്വസ്ഥവും സ്വൈര്യവുമായ ഒരു ജീവിതം നയിക്കുന്നതിനും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതിന് വിപരീതമായി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള താക്കീതാണ് 2ാമത്തെ ചിത്രം. നാം പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ കാലക്രമേണ നമുക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയും അന്തരീക്ഷവും നഷ്ടപ്പെട്ടു പോകും. ഭൂമിയെല്ലാം വരണ്ടുണങ്ങി വെള്ളത്തിന്റെ അംശമില്ലാതാവുകയും ജീവന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഒടുവിൽ മനുഷ്യൻ ശുദ്ധവായുവും വെള്ളവും കിട്ടാതെ മരണത്തിലേക്ക് സ്വയം നടന്നു നീങ്ങും എന്ന സന്ദേശമാണ് 2ാമത്തെ ചിത്രം നമുക്ക് തരുന്നത്. നമുക്ക് 1ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. കുരുവിയും കാട്ടുതീയും. ഇത് ആനന്ദിന്റെ കഥകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആനന്ദ് എന്ന മലയാളത്തിന്റെ പ്രശസ്തനായ എഴുത്തുകാരന്റെ കഥകളിലൊന്നാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അധ്യായം വായിക്കുകയാണ്.
അതിന് ആമുഖമായി 2 വരികൾ തന്നിട്ടുണ്ട്. നോക്കുക. പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി. പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ? കൊടുക്കുകയും വേണ്ടേ? ഈ ചോദ്യം ഈ അധ്യായം പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി. നാം ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, പിന്നെ കഴിക്കുന്ന ഓരോ ആഹാര വിഭവവും എവിടെ നിന്ന് ലഭിക്കുന്നു? പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാം നമ്മുടെ അന്നം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതും. അങ്ങനെയുള്ളപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് നാം എടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? പ്രകൃതിക്ക് തിരിച്ചും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? പ്രകൃതിക്ക് എന്താണ് നാം തിരിച്ചു കൊടുക്കുക? അതിന് ആവശ്യമായ സംരക്ഷണമാണ് നാം തിരികെ കൊടുക്കേണ്ടുന്നത്. നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ എടുക്കുന്നതിനൊപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ എടുക്കുന്നില്ല എന്നും നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അവയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും നമുക്കുണ്ട്. നാം ഇന്നു കാണുന്ന ജലാശയങ്ങൾ, മരങ്ങൾ, ഭൂപ്രകൃതി ഇവയെല്ലാം കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടേതുമാണ് എന്നുള്ള ബോധത്തോടെ വേണം മനുഷ്യൻ ജീവിക്കാൻ. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവനു വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇതുകണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തു മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? കുരുവി പറഞ്ഞു, ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു, തീ തന്റെ ജീവനെടുക്കും വരെ. ആനന്ദിന്റെ കഥകൾ. ആനന്ദ്. നോക്കൂ, എന്താണ് ഈ കഥയുടെ പ്രമേയമെന്ന് നോക്കാം. ഒരു കാട്ടിൽ തീ പടർന്നു പിടിച്ചിരിക്കുകയാണ്. എല്ലാ മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പായുന്നുണ്ട്. അപ്പോൾ ഒരു കിളി മാത്രം, ആ കൂട്ടത്തിലെ ഒരു കുഞ്ഞു കുരുവി മാത്രം എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഈ ആളി പടർന്നിരിക്കുന്ന ഈ തീയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1-2 തുള്ളി മാത്രമേ അതിൻ്റെ കൊക്കിനുള്ളിൽ ഒതുങ്ങുകയുള്ളൂ. എന്നിട്ടും അതെന്ത് ചെയ്യുന്നു? തന്നാലാവും പോലെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആളിപ്പടരുന്ന ആ തീയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നുണ്ട് ആര്? വരുണദേവൻ. അപ്പോൾ വരുണദേവനാണ് മഴ പെയ്യിക്കുന്നത്. ആൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ മഴ കൊണ്ട് ആ കാട്ടുതീയെ ആകെ അണച്ചു കളയാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇതൊരു കാഴ്ച പോലെ കണ്ടു നിൽക്കുകയാണ്. എന്നാൽ ഒന്നിനും ശേഷിയില്ലാത്ത ഒരു സാധുവായ കിളി എന്താ ചെയ്യുന്നത്? അത് തനിക്കാവും പോലെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് വർണ്ണദേവൻ എന്ത് ചെയ്യുകയാണ്? കിളിയെ പരിഹസിക്കുന്നു. അദ്ദേഹത്തിന് കഴിയുമായിരുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാൻ ശ്രമിക്കുന്ന കിളിയെ പരിഹസിക്കുന്നുമുണ്ട്. പക്ഷേ കിളി ഇതുകൊണ്ടൊന്നും തളരുന്നില്ല. അതെന്താ തിരിച്ചു പറയുന്നത്? അങ്ങേക്ക് പറ്റുമെങ്കിൽ അങ്ങേക്ക് എന്ത് സാധിക്കും? ഒരു മഴ കൊണ്ട് തന്നെ ഈ മൊത്തം കാട്ടുതീയെയും ശമിപ്പിക്കാൻ കഴിവുള്ളവനാണ് അങ്ങ്. പക്ഷേ അങ്ങ് എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യുന്നില്ല. ഞാൻ മരിക്കും വരെ എന്ത് ചെയ്യും? എൻ്റെ ഈ പ്രവൃത്തി ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. അവസാനം എന്ത് പറ്റുന്നു? ആ കിളി കാട്ടുതീയിൽ വെന്ത് മരിച്ചു പോകുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകൃതിയിലെ മനുഷ്യനൊഴിച്ചുള്ള മറ്റു ജീവജാലങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ എന്താണ് ധരിച്ചിരിക്കുന്നത്? അവന് അടച്ചുറപ്പുള്ള വീടുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അതിൽ ജീവിക്കുന്ന പക്ഷികളും പ്രാണികളും ഉൾപ്പെടെയുള്ള അസംഖ്യം ജീവനുകൾക്ക് അതിൻ്റെ ആവാസ വ്യവസ്ഥയും ജീവിക്കുന്നതിനുള്ള ഇടവും നഷ്ടപ്പെട്ടു പോവുകയാണ്. കഴിക്കാനുള്ള അന്നം നഷ്ടപ്പെട്ടു പോവുകയാണ്. ചെറിയ ചെറിയ അനേകം ജീവികൾക്ക് നിഴലും തണലും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അവ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഒരു വിപത്തിനെ തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ കഥയിലെ വർണ്ണദേവനെ പോലെയുള്ളവർ എന്താണ് ചെയ്യുന്നത്? അവരെ കൊണ്ട്
അവരുടെ ചെറിയ പ്രവർത്തികൾ കൊണ്ട് ഇതിനെയൊക്കെ തടയാൻ കഴിയുമായിരുന്നിട്ടും, ആപത്തുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നിട്ടും അവരത് ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന ഒരുതരം മനോഭാവമാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ തന്നെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ളവർ അത് ചെയ്യാതിരിക്കുകയും, എന്നാൽ അതിന് ശേഷിയില്ലാത്തവർ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം ഈ കഥയിൽ കാണുന്നത്. ഈ കഥയിലെ വരുണദേവനെ നമുക്ക് മനുഷ്യരുമായി ഉപമിക്കാവുന്നതാണ്. കാരണം മനുഷ്യന്റെ കയ്യിൽ നിരവധിയായ സാങ്കേതിക വിദ്യകളും അത് പ്രയോഗിക്കുന്നതിനുള്ള സൂത്രങ്ങളുമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് പ്രകൃതിക്ക് വരുന്ന കോട്ടങ്ങളെയും നഷ്ടങ്ങളെയും നികത്താൻ അവനെക്കൊണ്ട് സാധിക്കും. ഒരു മരം മുറിക്കുന്നതിന് പകരമായി അനേകം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ തന്നെ സംരക്ഷിക്കുവാനോ അവന് സാധിക്കും. എന്നാൽ മനുഷ്യൻ ഒരിക്കലും അതിനെ ശ്രമിക്കുന്നില്ല. കാരണം അവന്റെ വിചാരം അവൻ ജീവിക്കുന്ന ജീവന പരിസരവും അവന്റെ വീടും അവനെ സംരക്ഷിച്ചുകൊള്ളും എന്നാണ്. അടച്ചുറപ്പുള്ള വീടുകൾക്കുള്ളിൽ, അവന്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ അവൻ സംരക്ഷിക്കപ്പെടുന്നു എന്നവൻ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവും അതിലൂടെ പ്രകൃതിയുടെ നാശവും അവൻ പരിഗണിക്കുന്നേയില്ല എന്ന് ഈ കഥയിലൂടെ ആനന്ദ് സൂചിപ്പിക്കുന്നു.